Sequencing. Sequencing means sequencing എന്ന് പറഞ്ഞ ഫീച്ചർ ഇംപറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സീക്വൻസിങ്. സീക്വൻസിങ്ങിൽ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ടോപ്പ് ഡൗൺ ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേളി ബ്രേസസിനകത്ത് ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയായിരിക്കും എക്സിക്യൂഷൻ നടക്കുക. അതിനെയാണ് എന്തെന്ന് പറയുക, സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സിയും C++, ജാവയിലൊക്കെ കേളി ബ്രേസസ് വെച്ചിട്ടാണ് ഡീലിമിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് പാസ്കൽ ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് ബിഗിൻ ആൻഡ് എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കേളി ബ്രേസസ്. ഓപ്പണിംഗ് കേളി ബ്രേസിൻ്റെ അവിടെ ബിഗിനും ക്ലോസിംഗ് കേളി ബ്രേസിൻ്റെ അവിടെ എൻഡ് സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ടായിരിക്കും ഡീലിമിറ്റ് ചെയ്യുക. അഡ ലാംഗ്വേജസ് യൂസസ് ഡിക്ലെയർ, ബിഗിൻ, എൻഡ്. ദെൻ നമുക്ക് എന്താ പറയുക, ഈ അതായത് ഡീലിമിറ്ററിനകത്തുള്ള എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾസും ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും ഇൻ C++, ജാവ ലാംഗ്വേജസിൽ. ദെൻ പ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീക്വൻസിങ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസിങ്ങിനകത്ത് വിച്ച് റിലൈസ് ഓൺ സൈഡ് എഫക്ട്സ്. സീക്വൻസിങ്ങിനകത്ത് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതായത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യമേ ഇൻറ്റ് A = 5 എന്നായിരിക്കും. എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ എയുടെ വാല്യൂവിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സീക്വൻസിങ് സ്റ്റേറ്റ്മെൻറ്റിനെ സൈഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആസ് എ സ്റ്റേറ്റ്സ് ആർ ചേഞ്ചിങ്. സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് സെലക്ഷൻ. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സാമ്പിളാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഫിനകത്തുള്ള കണ്ടീഷൻ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗെറ്റ് എക്സിക്യൂട്ടഡ്. ആൻഡ് ഇഫ് കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് കണ്ടീഷൻ ഗെറ്റ് എക്സിക്യൂട്ടഡ്. ദെൻ ഈ ഇഫിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആകാം, ഇൻറ്റീജർ ആകാം, പോയിന്റേഴ്സ് ആകാം. അപ്പോൾ ഇഫിനകത്ത് കണ്ടീഷൻ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഡീലിമിറ്ററിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ലിസ്പ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിന് പകരമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, കണ്ടീഷണൽ എക്സ്പ്രഷൻ. അതായത് ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൂളിയൻ കണ്ടീഷൻ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ C ഗെറ്റ്സ് എക്സിക്യൂട്ടഡ്. ദെൻ വേറൊരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിളാണ് സ്വിച്ച്. കേസ് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൗസ് ആൻ എക്സ്പ്രഷൻ ടു ബി ടെസ്റ്റഡ് അഗെയിൻസ്റ്റ് മൾട്ടിപ്പിൾ കോൺസ്റ്റൻറ്റ് ടു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ സ്വിച്ചിനകത്ത് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ആ എക്സ്പ്രഷനകത്ത് ഏത് കറസ്പോണ്ടിങ് വാല്യൂ ആണോ മാച്ചബിൾ ആയിട്ട് വരുന്നത് ആ കറസ്പോണ്ടിങ് കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് പുറത്ത് തിരിച്ച് വീണ്ടും സ്വിച്ചിലേക്ക് പോകും. അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇസ് നെസസറി ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ അറ്റ് ദി എൻഡ് ഓഫ് ആൻ ആം ടു ദി എൻഡ് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ കേസിനകത്ത് മാത്രം എക്സിക്യൂഷൻ നടന്നതിന് ശേഷം കൺട്രോൾ തിരിച്ച് സ്വിച്ചിലേക്ക് തന്നെ തിരിച്ചു പോകും. ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുതലുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെക്കാട്ടി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. സ്വിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് റിക്വയർ ദ യൂസ് ഓഫ് ബ്രേക്ക് ഇൻ ഈച്ച് ആം. ഓരോ കേസിനകത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാറില്ല, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഉണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാത്ത അങ്ങനെ ബ്രേക്ക് ഫീച്ചർ യൂസ് ചെയ്യാത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഐട്രേഷൻ. ഐട്രേഷൻ മീൻസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് എ നമ്പർ ഓഫ് ടൈംസ്. അതാണ് ഐട്രേഷൻ. ഐട്രേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഇനുമറേഷൻ കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്, ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്. ഫസ്റ്റ് വി ക്യാൻ എനുമറേഷൻ കൺട്രോൾഡ് ലൂപ്പ് എന്താ നോക്കാം. എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് repeats a collection of statements a number of times, where in each iteration a loop index variable takes the next value of a set of values specified at the beginning of the loop. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. എനുമറേഷൻ കൺട്രോൾഡ് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. ഫോർട്രാനിൽ നോക്കിക്കേ, ഒരു ഡു ലൂപ്പാണ്. ഡു I = 1, 10, 2. ഇതിൽ 1, 10 എന്ന് പറയുന്നതാണ് ബൗണ്ടഡ് വേരിയബിൾ.
ബൗണ്ട് വേരിയബിൾ, അതായത് എവിടെ 1 എന്ന് പറയുന്നതാണ് ഇനിഷ്യലൈസേഷൻ, ദെൻ 10 എന്ന് പറയുന്നതാണ് എക്സിക്യൂഷൻ ഏത് പോയിന്റ് വരെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മൂന്നാമതൊരു വേരിയബിൾ ഉണ്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ, അതായത് എക്സിക്യൂഷൻ 1 സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം എത്ര സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം, 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം, അതായത് നെക്സ്റ്റ് എക്സിക്യൂഷൻ 3, വീണ്ടും 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം, നെക്സ്റ്റ് 5, വീണ്ടും 7, ദെൻ 9. പിന്നത്തെ അടുത്തതെന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 11 ആണ്, അപ്പോഴത്തേക്ക് നമ്മളുടെ ബൗണ്ടഡ് വേരിയബിൾ 10 വരെ ഉള്ളൂ, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇപ്പം ഇനുമറേഷൻ കൺട്രോൾഡ് ലൂപ്പ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും, ഫിക്സ്ഡ് ബൈ ദ പ്രോഗ്രാമർ. ലൂപ്പ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടം വരെ അത് എൻഡ് ചെയ്യണം, അത് അതിനകത്തുള്ള ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെ നടക്കണം എന്നുള്ളത് നേരത്തെ തന്നെ അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാല്യൂസ്. ദാറ്റ് ഈസ് കോൾഡ് ഇനുമറേഷൻ കൺട്രോൾ ലൂപ്പ്. അപ്പോൾ ഇനുമറേഷൻ കൺട്രോൾ ലൂപ്പിൽ വാല്യൂസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും നേരത്തെ തന്നെ, ഹൗ ടു ഗെറ്റ് എക്സിക്യൂട്ടഡ്, ദാറ്റ് ഈസ് കോൾഡ് ഇനുമറേഷൻ കൺട്രോൾ ലൂപ്പ്. ഇനി നമുക്ക് ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് എന്താ? ലോജിക്കലി കൺട്രോൾ ലൂപ്പിനകത്ത് ഒരു സർട്ടൺ ബൂളിയൻ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ ബൂളിയൻ കണ്ടീഷൻ ഫാൾസ് ആകുന്നിടം വരെ എന്ത് ചെയ്യും, ആ എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് ഇസ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ബൂളിയൻ കണ്ടീഷൻ. The statements get executed until the boolean condition get false. ആ സമയത്ത് ഇനുമറേഷൻ കൺട്രോൾഡ് ലൂപ്പിൽ നമ്മൾ നേരത്തെ തന്നെ വാല്യൂസ് സെറ്റ് ചെയ്ത് വെക്കും, എവിടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എവിടെ ബിഗിൻ ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, ദെൻ അതിനകത്തുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പിനകത്ത് വരുന്നതാണ് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ആൻഡ് മിഡ് ടെസ്റ്റ് ലൂപ്പ്. പ്രീ ടെസ്റ്റ് മീൻസ് ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് അറ്റ് ദ ബിഗിനിങ്, അതിന് ശേഷമായിരിക്കും അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സാമ്പിളാണ് വൈൽ ലൂപ്പ്. ദെൻ പോസ്റ്റ് ടെസ്റ്റ് മീൻസ് ടെസ്റ്റ് കണ്ടീഷൻ ഇസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഐട്രേഷൻ. എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്, അതായത് ഡൂവിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ലാസ്റ്റാണ് വൈലിനകത്തുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതാണ് ഡു വൈൽ ലൂപ്പ്, പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ്. ദെൻ മിഡ് ടെസ്റ്റ് ലൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ടെസ്റ്റ് ലൂപ്പ് മീൻസ് എന്താണ്, ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ്, ഇഫ് ലൂപ്പ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പുറത്ത് വരും. ദാറ്റ് ഇസ് കോൾഡ് മിഡ് ടെസ്റ്റ് ലൂപ്പ്. മിഡ് ടെസ്റ്റ് ലൂപ്പ് മീൻസ് ഒരു എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ എൻകൗണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി ആ ലൂപ്പിനകത്ത് നിന്ന് അങ്ങ് പുറത്ത് വരും. ദാറ്റ് ഇസ് കോൾഡ് മിഡ് ടെസ്റ്റ് ലൂപ്പ്. അപ്പോൾ മിഡ് ടെസ്റ്റിന് എക്സാമ്പിളാണ് എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഫോർ ലൂപ്പ്, ഇഫ് ലൂപ്പ് എക്സെട്ര. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഈ ലോജിക്കലി കൺട്രോൾഡ് പ്രീ ടെസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്സ് ദ കണ്ടീഷൻ ബിഫോർ ദി നെക്സ്റ്റ് ലൂപ്പ് ഐട്രേഷൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഐട്രേഷനകത്തേക്ക് അത് കയറത്തുള്ളൂ. ഈ ലോജിക്കലി പ്രീ ടെസ്റ്റ് ലൂപ്പ് ഫോർട്രാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് അടയിൽ ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനകത്തുള്ള മിഡ് ടെസ്റ്റ് ലൂപ്പ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അഡ ലാംഗ്വേജിൽ പാസ്കൽ ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രീ ടെസ്റ്റ് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വൈലിനകത്തുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ഓൾവേസ് ബി ആൻ ബൂളിയൻ എക്സ്പ്രഷൻ. നമുക്ക് ആ കണ്ടീഷനകത്ത് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ, ആ കണ്ടീഷനകത്ത് നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാം, പോയിന്റേഴ്സ് എഴുതാം അല്ലേ. അപ്പോൾ വൈലിൻ്റെ കണ്ടീഷനിൽ ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ പാസ്കലിൽ. ഇനി C++ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൽ ലൂപ്പാണ് എക്സാമ്പിൾ, പ്രീ ടെസ്റ്റ് ലൂപ്പിന് എക്സാമ്പിൾ. ദെൻ നമുക്ക് ഈ പറയുന്ന പ്രീ ടെസ്റ്റ് ലൂപ്പിനകത്ത് വി ക്യാൻ യൂസ് കണ്ടിന്യൂ, ബ്രേക്ക്, എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ്ഫുള്ളി നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകാം. ദെൻ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരാനായിട്ട് പറ്റും. ജാവയും ഈ പറയുന്ന ലോജിക്കലി പ്രീ ടെസ്റ്റ് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സിമിലർ ലൈക്ക് C++. പക്ഷേ കണ്ടീഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ഓൾവേസ് ബി എ ബൂളിയൻ എക്സ്പ്രഷൻ. അതാണ് അവിടെ പറയാം. ലോജിക്കലി
കൺട്രോൾഡ് പോസ്റ്റസ് ലൂപ്പിന് എക്സാമ്പിൾ നോക്കാം. പോസ്റ്റസ് ലൂപ്പ് എന്താണെന്ന് അറിയാമല്ലോ. ലൂപ്സ് ദെൻ പോസ്റ്റസ് ലൂപ്പിൽ അത് നമ്മൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റിലായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ C++ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്. ദെൻ പാസ്കൽ ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡു വൈൽ വി ആർ യൂസിങ് റിപ്പീറ്റ് അൺടിൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോജിക്കലി മിഡ് ടെസ്റ്റ് ലൂപ്പ്. ലോജിക്കലി മിഡ് ടെസ്റ്റ് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അഡ. ദെൻ മിഡ് ടെസ്റ്റ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പിനകത്ത് നമുക്ക് എന്ത് എഴുതാം, എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിട്ട് പറ്റും അല്ലേ. ഇവിടെ കണ്ടോ എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ലൂപ്പിനകത്ത് നമ്മൾക്ക് എന്തെഴുതാൻ പറ്റും, എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിട്ടുള്ള ഫീച്ചേഴ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിറ്റ് ആവുന്ന എപ്പോഴാണ്, വെൻ ദിസ് കണ്ടീഷൻ ഇസ് മെറ്റ്. ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അതുപോലെ തന്നെ മിഡ് ടെസ്റ്റ് ലൂപ്പിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. അഡ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ, ഔട്ടർ ലൂപ്പ്, അകത്തൊരു ഫോർ ലൂപ്പ് ഉണ്ട് കണ്ടോ, എക്സിറ്റ് ഔട്ടർ കണ്ടോ. ഈ എക്സിറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും കണ്ടോ. അതായത് ഈ ഒരു ഫുൾ എൻ്റയർ ലൂപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്ത് പുറത്ത് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഐട്രേഷൻ എന്താണെന്നാണ്. ഐട്രേഷൻ ഇസ് പെർഫോംഡ് ഓൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിലാണ് വി ആർ യൂസിങ് ഐട്രേഷൻ. നെക്സ്റ്റ് നമുക്ക് ഐട്രേറ്റർ എന്താണെന്ന് നോക്കാം. ഐട്രേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഐട്രേറ്റ് ഓവർ എലമെന്റ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഐട്രേഷനും ഡിഫറെൻ്റ് ആണ്. ഐട്രേഷൻ ഇസ് പെർഫോംഡ് ഓൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. Iterators are used to iterate over elements of containers such as sets and data structures like tree, graph അങ്ങനെയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ അങ്ങനെയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ഐട്രേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഐട്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഐട്രേറ്റർ ഒബ്ജക്റ്റ്. അപ്പോൾ ഐട്രേറ്ററിനകത്തുള്ളതാണ് ഐട്രേറ്റർ ഒബ്ജക്റ്റ്. ഐട്രേറ്റർ ഒബ്ജക്റ്റ് ഇസ് കോൾഡ് enumerators ഓർ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇനുമറേറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് വാല്യൂസ് ആർ ഓൾറെഡി ഫിക്സ്ഡ്. അതായത് ഇനിഷ്യലൈസേഷൻ്റെ വാല്യൂ എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യണം, എൻഡ് ഓഫ് ദി എക്സിക്യൂഷൻ എവിടം വരെ വേണം, സ്റ്റെപ്സ് ടു ബി ടേക്കൺ, അതിൻ്റെ വാല്യൂ എല്ലാം സ്റ്റോർ ചെയ്ത് എവിടെയാണ്, ഇനുമറേറ്റഡ് ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പിൽ, ഇനുമറേഷൻ കൺട്രോൾഡ് ലൂപ്പിൽ നിങ്ങൾ കണ്ടതാണല്ലേ. അപ്പോൾ ഐട്രേറ്റർ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐട്രേറ്റർ ഒബ്ജക്റ്റിനകത്ത് ഈ ഒബ്ജക്റ്റിനകത്താണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ഈ ഐട്രേഷൻ്റെ ഇനിഷ്യലൈസേഷൻ വാല്യൂ, ദെൻ കണ്ടീഷൻ ടു ബി ടെസ്റ്റഡ്, എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യണം, ആ ടെസ്റ്റ് കണ്ടീഷൻ എവിടം വരെ പോകണം, എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ എത്ര സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഐട്രേറ്റർ ഒബ്ജക്റ്റിലാണ്. ദെൻ ഐട്രേറ്റേഴ്സ് നമുക്ക് ഫങ്ഷണൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഐട്രേഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഐട്രേറ്റേഴ്സ്. ഐട്രേഷൻ ഇസ് അപ്ലൈഡ് ടു പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് അല്ലേ. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിനകത്താണ് നമ്മൾ ഐട്രേഷൻസ് യൂസ് ചെയ്തത്. അപ്പോൾ ഫങ്ഷണൽ ലാംഗ്വേജ് എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഐട്രേറ്റർ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐട്രേറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ലൂപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് സ്പെഷ്യൽ ലൂപ്സ്. അതിന് എക്സാമ്പിൾ ആണ് ഈ ലൂപ്പ് നോക്കിക്കോളാം. ഫോർ I in int $, from to by first, last and step. ഈ ഫസ്റ്റും ലാസ്റ്റും എന്താണ്, ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എവിടെ തുടങ്ങണം, എവിടെ ലാസ്റ്റ് ബൗണ്ടഡ് വേരിയബിൾ എക്സിക്യൂഷൻ എവിടെയാണ് എൻഡ് ചെയ്യേണ്ടത്, ഹൗ മെനി നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു ബി സ്കിപ്ഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ, സ്റ്റെപ്പ് വാല്യൂസ്, ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ജാവ C++ ലാംഗ്വേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ സപ്പോർട്ടിങ് ഐട്രേറ്റർ ഒബ്ജക്ട്സ്. അപ്പോൾ ഐട്രേറ്റർ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഞാൻ പറഞ്ഞല്ലോ ഐട്രേറ്റർ ഒബ്ജക്റ്റിനകത്താണ് ആ ഒരു ഐട്രേറ്റർ ഒബ്ജക്റ്റിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യണത് എന്തൊക്കെ. സോ ജാവ ആൻഡ് C++ ആർ സപ്പോർട്ടിങ് ഐട്രേറ്റർ ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഐട്രേറ്റർ ഒബ്ജക്റ്റിലാണ് സ്റ്റേറ്റ്സിൻ്റെ വാല്യൂസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഐട്രേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ വരെ ഐട്രേറ്റ് ചെയ്യണം, ആൻഡ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ്, വാല്യൂസ് ഓഫ് ദി സ്റ്റെപ്സ്, ഇത്രയും കാര്യങ്ങളാണ് എവിടെ ഹോൾഡ് ചെയ്യുന്നത്, ഐട്രേറ്റർ ഒബ്ജക്റ്റിൽ ഹോൾഡ് ചെയ്യുന്നത്.
ഇനി ട്രൂ ഐട്രേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐട്രേറ്റർ ഒബ്ജക്റ്റിനകത്താണ് ഈ സ്റ്റേറ്റ്സ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഐട്രേഷൻ പെർഫോം ചെയ്യുന്ന ലൂപ്പിന്റെ എക്സിക്യൂഷൻ ട്രൂ ഐട്രേറ്റേഴ്സ് ആ ഫങ്ഷൻസ്. ട്രൂ ഐട്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫങ്ഷൻസ് ആണ്. അത് ഈ ഐട്രേറ്റർ ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് റൺ ചെയ്യും. ഓക്കെ, ഈ ഐട്രേറ്റർ ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് റൺ ചെയ്യുന്നതാണ് ട്രൂ ഐട്രേറ്റേഴ്സ്. ട്രൂ ഐട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് റൺ ഇൻ പാരലൽ ടു ദി ലൂപ്പ് കോഡ് ടു പ്രൊഡ്യൂസ് ദി എലമെന്റ്സ്. അപ്പോൾ ഒരു ഐട്രേറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഐട്രേറ്റർ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഐട്രേറ്റർ ഒബ്ജക്റ്റിന്റെ കൂടെ പാരലൽ ആയിട്ട് ആരും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? ട്രൂ ഐട്രേറ്റേഴ്സും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ട്രൂ ഐട്രേറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഐട്രേഷൻ അനുസരിച്ചിട്ടുള്ള എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണ ഫീച്ചർ. പക്ഷെ ഐട്രേറ്റർ ഒബ്ജക്റ്റിലാണ് ഈ പറയുന്ന സ്റ്റേറ്റ്സിന്റെ വാല്യൂസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഐട്രേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഇനിഷ്യലൈസേഷൻ വാല്യൂ, ഐട്രേഷൻ എവിടെ എൻഡ് ചെയ്യണം, ആൻഡ് ദ നമ്പർ ഓഫ് ആൻഡ് ദ വാല്യൂസ് ഓഫ് ദി സ്റ്റെപ്സ്. ഇനി ഈ ഐട്രേറ്റേഴ്സിനകത്ത് എന്തില്ല? സൈഡ് എഫക്ട്സ് ഇല്ല. കാര്യം എന്താ? അതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ് വാല്യൂസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റ് വാല്യൂസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് നോ സൈഡ് എഫക്ട്സ് ഫോർ ഐട്രേറ്റേഴ്സ്. ഇപ്പം നമ്മൾ ഈ സ്റ്റേറ്റ് വാല്യൂസ് ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ അതിനെ എന്തെന്ന് പറയാം? സൈഡ് എഫക്ട്സ് എന്ന് പറയാം അല്ലേ? ഇൻ്റെ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. ഒരു സബ് റൂട്ടീനകത്ത് കയറി ആ സബ് റൂട്ടീൻ എക്സിക്യൂഷനകത്ത് എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ എവിടെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല, എവിടെയും അതിനെ സ്റ്റോർ ചെയ്ത് പോകുന്നില്ല. ഫർദർ താഴോട്ടുള്ള എക്സിക്യൂഷനിൽ ആ വാല്യൂയിൽ ഉണ്ടായ ചേഞ്ച്, ആ വാല്യൂസിൽ ഉണ്ടായ ചേഞ്ച് പ്രോഗ്രാമിൽ താഴേക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സൈഡ് എഫക്ട്സ്. ഇവിടെ ഐട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ ഒരിക്കലും സൈഡ് എഫക്ട്സ് ഇല്ല. ബിക്കോസ് ഓൾ ദ സ്റ്റേറ്റ്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ ഐട്രേറ്റർ ഒബ്ജക്ട്സ്. എല്ലാ സ്റ്റേറ്റ്സും നമ്മൾ ഐട്രേറ്റർ ഒബ്ജക്റ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെ എന്തില്ല? സൈഡ് എഫക്ട്സ് ഇല്ല.